നമസ്കാരം. ടോയ്സ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഒരു കിടിലൻ ടോയാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. വാവ്, ഒരു റെഡ് കളറുള്ള ഒരു കാറാണ്. വാവ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ Audi RS6. നമ്മുടെ നാട്ടിൽ Audi Q7 Q5 ആ ഗണത്തിലൊക്കെ പെടുന്ന ഒരു കാറാണ്. റെഡ് കളറാണ്, ബ്രാൻഡ് ന്യൂ ഒരു Audi R6 ആണ് ഈ വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ പോകാം. ഫൈനലി ഈ കിടക്കുന്നതാണ് നമ്മുടെ ഏറ്റവും പുതിയ ഡൈകാസ്റ്റ് Audi R6 വണ്ടി വരുന്നത്. അതിമനോഹരമായൊരു വെഹിക്കിളാണ്. ഒരു ഡൈകാസ്റ്റ് മോഡലാണ്, പുൾ ബാക്ക് ടോയ് ആണ് ഈ കിടക്കുന്നത്. വളരെ രസകരമായ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പറയാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ലുക്കിയിട്ട് തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രില്ലിൻ്റെ പോർഷൻ തന്നെയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ എന്താ പറയുക, ഒരു ബുൾഗാന്ധാടി കിടപ്പുള്ള പോലത്തെ ഒരു ഗ്രില്ലാണ് ഇവിടെ ഈ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. അതിനകത്ത് RX6 എന്ന് പറഞ്ഞ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ ആ ഓഡിയുടെ ലോഗോയൊക്കെ മുകളിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു നമ്മുടെ ആ ഒരു ഹുഡിൻ്റെ പോർഷനിലൊക്കെ ഒരു ചെറിയ ലൈനപ്പും പവർ ലൈനുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എങ്ങനെയാണോ ശരിക്കും ഒരു വെഹിക്കിൾ ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് അതിൻ്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു ഡൈകാസ്റ്റ് ഒരു മിനിയേച്ചർ ഭാവം തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത് എടുത്ത് പറയാം. ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരു ഡിസൈനാണ് ലൈറ്റും കാര്യങ്ങളും വന്നേക്കണേ. അതിൻ്റെ താഴത്തെ പോർഷനും ഇൻഡിക്കേറ്റർ ലൈനുകളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ഗ്രില്ലിൻ്റെ പോർഷനും സൈഡും എങ്ങനെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഫ്രണ്ടിലെ ലുക്ക് നമുക്ക് എടുത്തു പറയേണ്ട സംഭവം തന്നെ. സൈഡിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അലോയ് വീൽ തന്നെയാണ്. വളരെ മനോഹരമായൊരു അലോയ് വീലാണ്, നല്ലൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതിമനോഹരമായൊരു അലോയ് വീലാണ് വന്നേക്കുന്നത്. അങ്ങനെ ഈ സൈഡിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒരു 3 ഗ്ലാസ് ഉള്ള ഒരു ക്വാർട്ടർ, ഒരു ഇവിടുത്തെ A പില്ലർ, B പില്ലർ, C പില്ലർ, അങ്ങനെ 3 പില്ലറായിട്ടാണ് കൊടുത്തേക്കണം. അതിനകത്ത് 3 ഗ്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ടിലത്തെ ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ടില്ല, എങ്കിലും രസകരമായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പെയിൻറ്റഡ് ആയിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു നമ്മുടെ ഈ ഒരു മിററിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതിൻ്റെ ചുറ്റിനും മുകളിലായിട്ട് ഒരു ചെറിയൊരു അലുമിനിയം ഫിനിഷ് ഇങ്ങനെ ചെറിയ ലൈനപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിലെ ഒരു റൂഫ് റെയിലും കാര്യങ്ങളൊക്കെയാണ് ഒരു ലൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് ഉണ്ട്, കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രണ്ടിൽ ഡോർ തുറന്ന് നോക്കാം. ഡോറ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെതർ ഫിനിഷിൽ തന്നെയാണ് അകത്ത് അതിൻ്റെ സീറ്റും കാര്യങ്ങളും എല്ലാം വന്നിട്ടുള്ളത്. അപ്പുറത്തെ സൈഡാണ് നമുക്ക് സ്റ്റിയറിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഡോറ് നമുക്ക് തുറക്കാൻ പറ്റും നോക്കാം. ഈ ഡോറ് നമുക്ക് തുറക്കാൻ പറ്റില്ല, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതേപോലെ നമുക്കിതിൻ്റെ പുറകുവശത്തേട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പുറകിൽ നിന്ന് ഒരു ഫ്രണ്ടിലത്തെ ഒരു അഗ്രസീവ് ലുക്ക് തന്നെ ബാക്ക് സൈഡും കൊടുത്തിട്ടുണ്ട്. ഒരു സ്പ്ലിറ്റഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഇൻഡിക്കേറ്റർ, ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പോക്കോയിലും കാര്യങ്ങളും ഈ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഈ ഒരു സംഭവം ഉണ്ടോ, അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു ഡിക്കി സ്പേസ് തന്നെയാണ് ഇതിൻ്റെ അകത്തും കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ആ ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇനി അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ഈ സൈഡിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിലും അങ്ങേ സൈഡ് പോലെ തന്നെ ഇങ്ങേ സൈഡിലും കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡിൽ ബാഡ്ജിങ്ങും കാര്യങ്ങളൊന്നുമില്ല. റെഡ് കളർ മനോഹരമായിട്ട് രീതിയിൽ തന്നെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തേട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രൈവറിൻ്റെ സ്റ്റിയറിംഗ് വീലുകളും അങ്ങനെ എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ അവിടെ അവർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് എടുത്ത് പറയാം. കണ്ടോ, വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. താഴത്തെ പോർഷനിൽ 2 എന്താ പറയുക, നമ്മുടെ ആ ഒരു നമ്മുടെ ആക്സിലേറ്ററും അങ്ങനെയുള്ള അതിൻ്റെ ബ്രേക്കിൻ്റെ ലിവറുകളും കാര്യങ്ങളും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അകത്തേട്ട് നമുക്ക് ചെറുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സീറ്റൊക്കെ അകത്ത് ചെറു രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുമെന്നും തോന്നുന്നില്ല, എങ്കിലും ഒരു എല്ലാ കാര്യങ്ങളും നമുക്ക് തുറക്കാൻ പറ്റില്ലെങ്കിലും അകത്തെ പോർഷൻസും എല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. എടുത്ത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അലോയ് വീലിൻ്റെ ഡിസൈനാണ്. നല്ല രസകരമായ അലോയ് വീലിൻ്റെ ഡിസൈൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഒരു അലോയ് വീലുകളുടെ അകത്ത് തന്നെ നമുക്കൊരു ഡിസ്ക് ബ്രേക്കിൻ്റെ പോർഷൻസും എല്ലാം കൃത്യമായിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇവിടുത്തെ ഈ ഫ്രണ്ടിലത്തെ എൻജിൻ പോർഷൻ നമുക്ക് തുറന്നു നോക്കാം. ഇത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജിൻ തുറക്കാൻ പറ്റും. എൻജിൻ്റെ കുട്ടി തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജിൻ്റെ പോർഷൻസൊക്കെ അതിമനോഹരമായിട്ട് തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, എൻജിൻ്റെ ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ എഞ്ചിൻ്റെ പോർഷനിൽ ഉള്ളൂ. ഇനി നമുക്കിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ബാറ്ററിയും കാര്യങ്ങളും വന്നിരിക്കുന്നത്. ഇത് ടാഗ് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററിയുടെ സംഭവം നമുക്ക് ഇവിടെ പിടിച്ചിട്ട് നമുക്ക് പതുക്കെ നമുക്ക് എടുക്കാം. കണ്ടോ, ബാറ്ററി എടുത്തതിന് ശേഷം ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്തു. ഇവിടെ ഈ കാണാനാണ് സ്പീക്കർ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് താഴെ നമുക്കൊന്ന് ജസ്റ്റ് ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളും നോക്കാം. സൗണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്കിതിൻ്റെ സൗണ്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൗണ്ട് കേൾക്കുന്നതാണ്. നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. വാവ്, എല്ലാത്തിനും വ്യത്യസ്തമായിട്ടോ. ഇതിൻ്റെ സൗണ്ട് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഡോറ് നോക്കുമ്പോൾ വാവ് വാവ്. ഇനി ഈ ഡോറ് തുറന്ന് നോക്കാം. വാവ് വാവ്, അത് കൊള്ളാം, വളരെ രസം. പുറകിലത്തെ ലൈറ്റുകളെയും നോക്കാം. വാവ്, സൂപ്പർ, റോസാം. അപ്പോൾ പുറകിലത്തെ ലൈറ്റും തെളിയുന്നുണ്ട്. ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡിക്കി ഓപ്പൺ ചെയ്യുമ്പോൾ സൗണ്ടൊന്നും ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. വളരെ രസകരമായ ഡിസൈൻ തന്നെയാണ്. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ലൈറ്റ് ഇവിടെ തെളിയുന്നതാണ് പോലും വളരെ മനോഹരമായിട്ട് തന്നെ തെളിയാൻ പറ്റുന്നുണ്ട്. കണ്ടല്ലേ, അത് നല്ല രസമായിട്ട് തന്നെയാണ് തെളിയുന്നത്. അത്രയ്ക്കും ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇത് കണ്ടോ. ഇനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ 2 ഡൈകാസ്റ്റ് കാറുണ്ട്. ഈ 2 ഡൈകാസ്റ്റ് കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം റിവ്യൂ ചെയ്ത് തന്നെയാണ്. ഇത് നമ്മുടെ റോൾസ് റോയ്സ്, ഇത് നമ്മുടെ ടൊയോട്ടയുടെ നമ്മുടെ ലാൻഡ് ക്രൂയിസർ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് നോക്കി കഴിഞ്ഞാലും നമുക്ക് കണ്ടോ, ഇതിനെ കുറച്ച് നല്ല രസകരമായിട്ട് തന്നെയാണ് ആ ഒരു എന്താ പറയുക ഇത് വന്നിരിക്കുന്നത്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ല, അത് വേറൊരു ഇതിനകത്താണ് വന്നിരിക്കുന്നത്. ഇതും വേറൊരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. കണ്ടോ. അപ്പോൾ 3 വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഇത് വന്നിരിക്കുന്നത്. നമുക്കൊന്നുകൂടി ഇതൊക്കെ ഒന്നുമില്ല. ഇത് കണ്ടോ, എല്ലാം കൂടി കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. കണ്ടല്ലേ, എത്ര ഡൈകാസ്റ്റ് കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഒരു എന്താ പറയുക, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് അവർ ഓരോ ഡൈയും കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് എങ്ങനെയാണ് ഓരോ ഇതിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കേണ്ടത് അത് തന്നെ കറക്റ്റായിട്ട് തന്നെയാണ് അവർ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഫുൾ ബാക്ക് ടോയ് കാറാണെന്ന് വെച്ചിട്ടുള്ളത്. നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രണ്ടിലായിട്ട് പോകുന്നതായിരിക്കും. നന്നായിട്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകുന്നതായിരിക്കും. കണ്ടോ, കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്രണ്ടിൽ വിടാം. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. കണ്ടില്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് മേജറായിട്ട് ഈ വാഹനത്തെക്കുറിച്ചുള്ളൂ. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ തന്നെ പോകുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മേജറായിട്ട് ഈ വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. വളരെ മനോഹരമായൊരു ഡിസൈനിലുള്ള കാറാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. മൊത്തത്തിലൊരു ഡിസൈൻ എലമെൻറ്റ് കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാം. അതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഗിവ് അവേ ഇതൊക്കെ നമ്മൾ 1,00,000 വ്യൂവേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതിന് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ.